ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നല്ലൊരു മസാലയോട് കൂടിയിട്ടുള്ളൊരു മത്തി ഫ്രൈ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ നോക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു മീഡിയം സൈസ് മത്തി എടുത്തിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വരയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മത്തിയിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കും. ഇനി ഈ ഒരു സവാളക്ക് വരെ നമുക്ക് കുഞ്ഞുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 5 അല്ലി വെളുത്തുള്ളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഇതുകൂടി നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്കിതിൻ്റെ ഓരോ മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. അപ്പം ഞാനിത് ഒരു സ്പൂൺ കാശ്മീരി മുളകാണ് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളിത് ഒരു ബൗളിലേക്ക് ഇത് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഈ ഒരു മസാലയിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു മത്തി ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്കിതിൽ കംപ്ലീറ്റ് ഈ ഒരു മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മത്തി മുഴുവനും നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഒരു മസാല കംപ്ലീറ്റ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മത്തിയിലേക്ക് നമ്മൾ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അരമണിക്കൂറിന് ശേഷം നമുക്കൊരു കടായി വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്കിത് കരിഞ്ഞു പോകും ഈ ഒരു മസാലയൊക്കെ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് പതിയെ ഒന്ന് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് കൂടി ഒന്ന് മറിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മത്തി ഇവിടെ മുഴുവനും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റിന് നമുക്ക് നല്ലൊരു മസാലയോട് കൂടിയിട്ടാണ് ഈ ഒരു മത്തി കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.